അങ്ങനെ ഒരു മാസം നീണ്ടുനിന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ തിരശീല വീണിരിക്കുന്നു. യൂറോപ്യൻ ശക്തികളെ തിരഞ്ഞെടുക്കാനുള്ള കലാശക്കൊട്ട് ഫൈനൽ മത്സരത്തിൽ ശക്തരായ ഇംഗ്ലണ്ടിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി 2024 യൂറോ കപ്പിൽ സ്പാനിഷ് പട മുത്തമിട്ടു. ഫൈനൽ മത്സരത്തിൻ്റെ വീറും വാശിയും നിറഞ്ഞ മത്സരത്തിൽ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. രണ്ടാം പകുതിയിൽ നിരന്തരമായി ആക്രമിച്ച സ്പെയിൻ 47-ാം മിനിറ്റിൽ ലക്ഷ്യം കണ്ടു. യുവതാരം യമാലിൻ്റെ അസിസ്റ്റിൽ മറ്റൊരു യുവതാരമായ വില്യംസന്റെ സുന്ദരമായ ഒരു ഫിനിഷിംഗ്. തുടർന്ന് ബെല്ലിംഗ്ഹാമും സാക്കയും കെയ്നുമെല്ലാം നിരന്തരമായി സ്പാനിഷ് ഗോൾ മുഖത്തേക്ക് പാഞ്ഞെടുത്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ മത്സരത്തിൻ്റെ 73-ാം മിനിറ്റിൽ പാൽമറിലൂടെ ഇംഗ്ലണ്ട് സമനില പിടിച്ചു. പക്ഷേ ആ സമനിലക്ക് കൂടുതൽ ആയുസ് സ്പാനിഷ് പട കൊടുത്തില്ല. മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ 86-ാം മിനിറ്റിൽ ഒയർസബാൽ സ്പെയിനിൻ്റെ വിജയ ഗോൾ നേടി. മത്സരം അവസാനിക്കുമ്പോൾ 2-1 എന്ന ഗോളിൻ്റെ മാർജിനിൽ സ്പെയിൻ യൂറോപ്പിലെ ചാമ്പ്യന്മാരായി. മത്സരത്തിൽ എന്തുകൊണ്ടും സ്പെയിനിന് തന്നെയായിരുന്നു ആധിപത്യം. അവർ ഇംഗ്ലണ്ട് ഗോൾ മുഖത്തേക്ക് 16 ഷോട്ടുകൾ പായിച്ചപ്പോൾ എതിരാളികളായ ഇംഗ്ലണ്ട് 9 എണ്ണം മാത്രമാണ് തിരിച്ചടിച്ചത്. ബോൾ പൊസിഷനിലും സ്പെയിൻ 66% മുന്നിട്ട് നിന്നു. 545 പാസുകൾ സ്പെയിൻ പൂർത്തിയാക്കിയപ്പോൾ 294 എണ്ണം മാത്രമാണ് ഇംഗ്ലണ്ടിന് പൂർത്തിയാക്കാൻ സാധിച്ചത്. സ്പെയിനിൻ്റെ 4ാമത്തെ യൂറോ കപ്പ് കിരീടമാണിത്. യുവതാരങ്ങളായ യമാലും വില്യംസനും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു. ടൂർണമെൻറ്റിലെ മികച്ച യുവതാരമായി യമാലിനെ തിരഞ്ഞെടുത്തു. സ്പോർട്സ് അപ്ഡേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.